2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തൻ്റെ മുമ്പിലോടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശാലോം അതികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരമുണ്ടായിട്ട് രാജാവിൻ്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച്, നീ ഏത് പട്ടണക്കാരനെന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേലിൽ ഇന്ന ഗോത്രക്കാരനെന്ന് അവൻ പറയുമ്പോൾ അബ്ശാലോം അവനോട്, നിന്റെ കാര്യവും ന്യായവും നേരുമുള്ളതെങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. വഴക്കും വ്യവഹാരവും ഉള്ളവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കോണം എന്നെ രാജ്യത്ത് ന്യായാധിപനാക്കിയെങ്കിൽ കൊള്ളായിരുന്നു എന്നും അബ്ശാലോം പറയും. ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്തെന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിൻ്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോട് അബ്ശാലോം ഇവണ്ണം തന്നെ ചെയ്തു. അങ്ങനെ അബ്ശാലോം ഇസ്രായേല്യരുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. 4 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്ശാലോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് നേർന്ന ഒരു നേർച്ച ഹെബ്രോനിൽ ചെന്ന് കഴിപ്പാൻ അനുവാദം തരണമേ. യഹോവ എന്നെ യെരൂശലേമിലേക്ക് മടക്കി വരുത്തിയാൽ യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കുമെന്ന് അടിയൻ അരാമിലെ ഗശൂരിൽ പാർത്ത കാലം ഒരു നേർച്ച നേർന്നിരുന്നു. രാജാവ് അവനോട്, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ഹെബ്രോനിലേക്ക് പോയി. എന്നാൽ അബ്ശാലോം ഇസ്രായേൽ ഗോത്രങ്ങളിൽ എല്ലായിടവും ചാരന്മാരെ അയച്ചു. നിങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നെന്ന് വിളിച്ചു പറവീനെന്ന് പറയിച്ചിരുന്നു. അബ്ശാലോമിനോടുകൂടെ യെരൂശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി 200 പേർ പോയിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിൻ്റെ മന്ത്രിയായ അഹീതോഫെൽ എന്ന ഗിലോന്യനെയും അവൻ്റെ പട്ടണമായ ഗീലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. ഇങ്ങനെ ജനം നിത്യം അബ്ശാലോമിൻ്റെ അടുക്കൽ വന്നുകൂടുകയാൽ കൂട്ടുകെട്ടിന് ബലമേറി വന്നു. അനന്തരം ഒരു ദൂതൻ ദാവീദിൻ്റെ അടുക്കൽ വന്നു, ഇസ്രായേലരുടെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചുപോയി എന്നറിയിച്ചു. അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോടുകൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മളാരും അബ്ശാലോമിൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിൻ്റെ വായ്ത്തലെ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവീനെന്ന് പറഞ്ഞു. രാജഭൃത്യന്മാർ രാജാവിനോട്, യജമാനായ രാജാവിൻ്റെ ഹിതമൊക്കെയും അടികൾക്ക് സമ്മതമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പുറപ്പെട്ടു. അവൻ്റെ ഗ്രഹമൊക്കെയും അവനെ പിൻചെന്നു. എന്നാൽ രാജധാനി സൂക്ഷിപ്പാൻ രാജാവ് 10 വെപ്പാട്ടികളെ താമസിപ്പിച്ചിരുന്നു. ഇങ്ങനെ രാജാവ് പുറപ്പെട്ടു ജനമൊക്കെയും പിന്നാലെ ചെന്നു. അവർ ബേത്ത് മെർഖാക്കിൽ നിന്നു. അവൻ്റെ സകല ഭൃത്യന്മാരും അവൻ്റെ അരികത്തുകൂടി കടന്നുപോയി. എല്ലാ ക്രേത്യരും എല്ലാ പ്ലേത്യരും അവനോടുകൂടെ ഗത്തിൽ നിന്ന് പോന്നിരുന്ന 600 പേരായി എല്ലാ ഗിത്യരും രാജാവിന് മുമ്പാകെ കടന്നുപോയി. രാജാവ് ഗിത്തിനായ ഇത്തായിയോട് പറഞ്ഞത് എന്തെന്നാൽ, നീയും ഞങ്ങളോടുകൂടെ വരുന്നത് എന്തിന്? നീ മടങ്ങിച്ചെന്ന് രാജാവിനോടുകൂടെ പാർക്ക. നീ പരദേശിയും സ്വദേശഭ്രഷ്ടനുമല്ലോ. നിന്റെ സ്ഥലത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളുക. നീ ഇന്നലെ വന്നതേയുള്ളൂ. ഇന്നു ഞാൻ നിന്നെ ഞങ്ങളോടുകൂടെ അലഞ്ഞു നടക്കുമാറാക്കുമോ? ഞാൻ തരം കാണുന്നിടത്തേക്ക് പോകുന്നു. നീ നിന്റെ സഹോദരന്മാരെയും കൂട്ടി മടങ്ങിപ്പോക. ദയയും വിശ്വസ്തയും നിന്നോടുകൂടെ ഇരിക്കട്ടെ. അതിന് ഇദ്ദായി രാജാവിനോട്, യഹോവയാണ യജമാനനായ രാജാവാണ്. യജമാനായ രാജാവ് എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ മരണമോ ജീവനോ എന്തു വന്നാലും അടിയനും ഇരിക്കും എന്ന് പറഞ്ഞു. ദാവീദ് ഇദ്ദായിയോട്, നീ കൂടെ പോരുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗിദ്യനായ ഇദ്ദായിയും അവൻ്റെ ആളുകളും അവനോട് കൂടെയുള്ള കുഞ്ഞു കുട്ടികളെല്ലാം കടന്നുപോയി. ദേശത്തൊക്കെയും വലിയ കരച്ചിലായി. ജനമെല്ലാം കടന്നുപോയി. രാജാവും കിദ്രോൻ തോട് കടന്നു. ജനമൊക്കെയും മരുഭൂമിയിലേക്കുള്ള വഴിക്ക് പോയി. സാദോക്കും അവനോടുകൂടെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് എല്ലാ ലേവ്യരും വന്നു. അവർ ദൈവത്തിൻ്റെ പെട്ടകം താഴെ വെച്ചു. ജനമൊക്കെയും പട്ടണത്തിൽ നിന്ന് കടന്നു തീരും വരെ അബ്യാഥാർ മല കയറി ചെന്നു. രാജാവ് സാദോക്കിനോട്, നീ ദൈവത്തിൻ്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോക. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. അതും തിരുനിവാസവും കാണുവാൻ എനിക്കിടയാകും. അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്നവൻ കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. അവൻ തനിക്ക് ഹിതമാകും വണ്ണം എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. രാജാവ് പിന്നെയും പുരോഹിതനായ സാദോക്കിനോട്, ദർശക, നീ സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോക. നിങ്ങളുടെ 2 പുത്രന്മാർ, നിന്റെ മകൻ അഹിമാസും അബ്യാഥാറിൻ്റെ മകൻ യോനാഥാനും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. എങ്കിലും നിങ്ങളുടെ അടുക്കൽ നിന്ന് സൂക്ഷ്മവർത്തമാനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടവിങ്കിൽ താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സാദോക്കും അബ്യാഥാരും ദൈവത്തിൻ്റെ പെട്ടകം യെരൂശലേമിലേക്ക് തിരികെ കൊണ്ടുപോയി അവിടെ താമസിച്ചു. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫെലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവ അഹീതോഫെലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചെന്ന സ്ഥലത്തെത്തിയപ്പോൾ അർഗ്യനായ ഹൂഷായി
അങ്കി കീറിയും തലയിൽ മണ്ണ് വാരിയിട്ടും കൊണ്ട് അവനെതിരെ വരുന്നത് കണ്ടു. അവനോട് ദാവീദ് പറഞ്ഞത്, നീ എന്നോടുകൂടെ പോന്നാൽ എനിക്ക് ഭാരമായിരിക്കും. എന്നാൽ നീ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അബ്ശാലോമിനോട്, രാജാവേ, ഞാൻ നിന്റെ ദാസനായിരുന്നോളാം. ഞാൻ ഇതുവരെ നിന്റെ അപ്പൻ്റെ ദാസനായിരുന്നത് പോലെ ഇപ്പോൾ നിന്റെ ദാസനായിരിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് അഹീതോഫെലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ കഴിയും. അവിടെ നിന്നോടുകൂടെ പുരോഹിതന്മാരായ സാദോക്കും അബ്യാഥാരും ഉണ്ട്. അതുകൊണ്ട് രാജധാനിയിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനമൊക്കെയും നീ പുരോഹിതന്മാരായ സാദോക്കിനെ അബ്യാഥാറിനെയും അറിയിക്കണം. അവിടെ അവരോടുകൂടെ അവരുടെ 2 പുത്രന്മാർ, സാദോക്കിൻ്റെ മകൻ അഹീമാസും അബ്യാഥാറിൻ്റെ മകൻ യോനാഥാനുമുണ്ട്. നിങ്ങൾ കേൾക്കുന്ന വർത്തമാനമൊക്കെയും അവർ മുഖാന്തരം എന്നെ അറിയിപ്പിൻ. അങ്ങനെ ദാവീദിൻ്റെ സ്നേഹിതനായ ഹൂഷായി പട്ടണത്തിൽ ചെന്നു. അബ്ശാലോമും യെരൂശലേമിൽ എത്തി.